ആഹാ, ഇതാരാ ഇത്? ഇപ്പോഴാണോടി എനിക്ക് നിൻ്റെ ഇങ്ങോട്ടത്തേക്കുള്ള ബസ് കിട്ടിയത്? അവളെ സ്വന്തം ഒരു കൂടപ്പിറപ്പ് താമസം മാറിയപ്പോഴത്തേക്ക് അവൾ വരത്തെ സമയം നോക്ക്. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ വന്നിരിക്കുന്നു. വാ, കയറി വാ. ഞാൻ വരാത്തത് കൊണ്ട് ഇവിടുത്തെ ഫങ്ഷനൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ. ആ, നീ ഇരിക്ക്, കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. പിന്നെ എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ഇനി 2 ദിവസം കഴിഞ്ഞ് നീ പോയാൽ മതി. എനിക്ക് ഇന്ന് തന്നെ പോകണം. ഞാനിവിടെ 2 ദിവസം 3 ദിവസം നിൽക്കാനൊന്നും വന്നതൊന്നുമല്ല. അന്ന് എനിക്ക് വരാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. പിന്നെ ജസ്റ്റ് ഒന്ന് വന്ന് പോകാമെന്ന് വിചാരിച്ച് വന്നതാ. ശരി, നീ ഇപ്പം ആദ്യം ഇരിക്ക്, ഞാൻ എന്തേലും കുടിക്കാൻ എടുത്തോണ്ട് വരട്ടെ. ഓ, നീ ആയിരുന്നാ? നീ ഇതിപ്പോഴാണോ ഓടി വരുന്നത്? നിന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചെടി നിന്നെ ഞാനിന്ന്? നീ ഒരു ഘട്ടം ഞാൻ ഫോൺ എടുത്താ? നീ കൊള്ളാം. ആൾക്കാർ തന്നെ ചോദിച്ച് സ്വന്തം അനിയത്തി എന്തിയെന്ന്. അപ്പോഴാണോ എനിക്ക് വരാൻ കണ്ട സമയം? മുമ്പത്തെന്ത് വർത്താനം ഈ പറയുന്നത്? അവളെ പോലെയാണോ ഞാൻ? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, സമയത്തിനൊക്കെ ഒരുപാട് വിലയുണ്ട്. ഈ ചെറിയ ചടങ്ങിനൊക്കെ വരുന്നതിന് വേറെ പണിയൊന്നുമില്ലേ? വല്ലതും ഫംഗ്ഷനും കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഈ ബന്ധുക്കാരെ തന്നെ വിളിച്ച് സൽക്കരിക്കുന്നതല്ലേ. വെറുതെ മച്ച നാണം കെടുത്താനായിട്ട് മനഃപൂർവ്വം തന്നെ വരാതിരുന്നതാണ്. അല്ലമ്മ, ഇവർക്ക് ഇത്രയും വീട് വെക്കാനായിട്ട്, ഇത്ര നല്ലൊരു വീട് വെക്കാനായിട്ട് ഇവർക്ക് പൈസ എവിടുന്നാ? കടം മേടിച്ചായിരിക്കും, അല്ലാതെ എന്തായാലും അവരുടെ കൈ പൈസ എന്തായാലും കാണത്തില്ല. ഇത്രയും നല്ല വീട് വെക്കണോ? ഇത് കണ്ട കാശാറുടെ വീട് പോലും ഉണ്ടല്ലോ. അവർ കൊക്കിലൊതുങ്ങുന്ന വീട് വെച്ചാൽ പോരെ? ഇതെന്തോന്നായത്? വല്ലം കട വല്ലം മേടിച്ചതാണെങ്കിലുണ്ടല്ലോ, എൻ്റെ അടുത്ത് അങ്ങ് ആരും ഓടി വരരുത്. പൈസയും ഇല്ല, ഒന്നുമില്ല. ഇത്ര ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അനുമാത്രം പൈസ കണ്ടിരിപ്പുണ്ടായിരുന്നോ? അവരെങ്ങനെങ്കിലും വീട് വെച്ചോട്ടെ. അവരൊന്നെങ്കിൽ ലോൺ എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ കടം മേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ തെണ്ടിയിട്ടായിരിക്കും. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നീ ആരാന്? നീ ഒരു കൂടപ്പറപ്പ് തന്നെയാണോ? ഒരു കൂടപ്പറപ്പ് ചെയ്യേണ്ട കാര്യമാണോ നീ ചെയ്തിരിക്കുന്നത്? അന്ന് ഈ വീടൊന്ന് പാർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നപ്പോൾ അവർ നിൻ്റെ അടുത്ത് സഹായത്തിന് വന്നു. നീ എന്തെല്ലാം പറഞ്ഞതെന്നേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അതൊന്നും മറന്നിട്ടില്ല. നിനക്ക് ഇത്രയ്ക്കൊക്കെ അഹങ്കാരം എന്താ? വല്ല കൊമ്പത്തെ ബന്ധം കിട്ടിയെന്നും പറഞ്ഞിട്ട് നീ എല്ലാവരും അങ്ങ് താഴ്വേട്ട ആരും കാണല്ലേ. പടച്ചോനെല്ലാം കണ്ടും നിപ്പോണ്ട് പൊന്നു മോളെ, കേട്ടാ. അങ്ങ് നെഹ്ലിക്കുന്ന അവളിവിടെ താമസമായപ്പോഴത്തേക്ക് നിന്നെ വിളിച്ചപ്പോൾ നീ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞത്? വരാൻ ബുദ്ധിമുട്ടാണെന്ന്. നാണക്കേടാണെന്ന് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ. കൂടപ്പറപ്പിനെയും ബന്ധുക്കളെയും ഒക്കെ അങ്ങോട്ട് മറന്ന് എല്ലാവരും കൊണ്ടാണല്ലോ അവരെ കെട്ടിയത്, ആണോ? അന്ന് ഈ കല്യാണം നടക്കാൻ മുൻകൈ എടുത്തത് ഇവളും അവിടെ കെട്ടിയനും കൂടെ നീ ആയിരിക്കണം. അവരന്ന് ഇത് ചെയ്തില്ലായിരുന്നുണ്ടല്ലോ, നിനക്ക് ഈ ബന്ധം കിട്ടത്തില്ലായിരുന്നു. അവിടെ ഭർത്താവിനും കുടുംബത്തിനും നാണക്കേടാണ് ഇങ്ങോട്ട് വരുന്നതെന്ന്. ഇപ്പോഴും വന്നപ്പോൾ നീ ഒറ്റയ്ക്കാണല്ലോ വന്നത്. എന്നിട്ടവൾ വിശേഷം തിരക്കാനിരിക്കുന്നു. നിൻ്റെ വീട്ടിലേതെങ്കിലും വിശേഷമായിരുന്നെങ്കിൽ അവളും അവിടെ മക്കളും കെട്ടിയനൊക്കെ അങ്ങ് ആദ്യമേ അങ്ങ് വരുമായിരുന്നല്ലോ പട്ടിപ്പണി ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് നാണക്കേടൊന്നും ഉണ്ടായില്ലായിരുന്ന? എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത് കേട്ടാ. എല്ലാവരും വന്നപ്പോൾ ചോദിക്കുക, അനിയത്തി അനിയത്തി കണ്ടില്ലല്ലോ, അവളാണല്ലോ മുൻപന്തി നിൽക്കേണ്ടതെന്ന്. അനിയത്തി അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് അവൾ വിശേഷം തിരക്കുന്നു. അവൾ ലോൺ എടുത്താ വീടെടുത്തത് എങ്ങനെയാക്കുന്നു. അവരെങ്ങനെയും ജീവിച്ചോട്ടെ, എന്നെ ബോധ്യപ്പെടുത്താൻ വരുന്നില്ല അവർ. അവളിപ്പോൾ പേരിന് വേണ്ടി അവൾ വന്നിരിക്കുന്ന. അവൾ പോട്ടുമ്മ, അവളിപ്പോൾ വന്നല്ലോ, അവൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് കാണും, അതുകൊണ്ടായിരിക്കും അവൾ വരാഞ്ഞത്. നീ വെള്ളം എടുത്ത് കൂടി, സാരമില്ല. ഇത് ലോണാണോ അതോ നിങ്ങൾ ആർക്കെങ്കിലും കടം മേടിച്ചതാണോ? എന്തായാലും നിങ്ങളുടെ കൈ പൈസ ഇല്ലെന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. കടം മേടിച്ചൊക്കെ ലോണും ഒക്കെ എടുത്തിട്ട് വീട് വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതൊക്കെ നൂലുമാലാണ് കേട്ടോ. പൈസ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു വീട് വെക്കാനേ പറ്റൂ. നിങ്ങൾ എന്ത് ഭാവിച്ചിട്ടാണിത്? അതുമല്ല, വീട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കയ്യിൽ നിന്നുമില്ല. ഒരുപാട് പൈസ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെയാണല്ലോ നിങ്ങളുടെ വീട് പണി തീർന്നത്. ഒരുപാട് നാളും എടുത്തുമില്ല വീട് പണിയാനായിട്ടൊക്കെ. പൈസ ഒക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടി? കടം മേടിച്ചാണെങ്കിൽ പൊന്നുമോളെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല. കിടന്നുറങ്ങാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. കടം മേടിച്ച് വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നാണ് എൻ്റെ അഭിപ്രായം. കടം കയറിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ഈ വീട് തന്നെ വിൽക്കേണ്ടി വരും. അത് ഓർത്താൽ കൊള്ളാം. ഇത് ലോണൊന്നുമല്ല,
നീ ഓർക്കുന്നുണ്ടോ, അന്ന് ഇവിടെ ഇങ്ങനെ വീട് പാർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസയുടെ ഞങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ നിൻ്റെ അടുത്ത് വന്നതൊക്കെ? അന്ന് കിട്ടിയില്ലല്ലോ. തൽക്കാലം ഞാനും ഇക്കയും വിചാരിച്ചു ഉള്ളതെടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, തൽക്കാലം വാർപ്പൊക്കെ മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്കയുടെ ഉമ്മ വിളിച്ചത്. വിളിച്ചിട്ട് പറഞ്ഞു വസ്തുവിൻ്റെ കാര്യത്തിനൊക്കെ തീരുമാനമായി, കേസായിട്ട് കിടക്കുമായിരുന്നല്ലോ, വിധിയായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഉടനെ അത് വിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാർട്ടി ഇങ്ങനെ തയ്യാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അയാൾ അഡ്വാൻസ് തന്നു. അന്ന് ഞങ്ങൾ വാർപ്പ് പണിയൊക്കെ ചെയ്തു. നിന്നെ അത് വിളിക്കാൻ വേണ്ടി ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു, നീ അന്ന് ഫോൺ എടുത്തില്ല അത് പറയാനായിട്ട്. പിന്നെ ബാക്കി പൈസയൊക്കെ കിട്ടി. അതുകൊണ്ട് ഈ വീടെല്ലാം പണി പൂർത്തിയായി. കുറച്ച് പൈസ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ആ കടയൊക്കെ ഒന്ന് നല്ലതുപോലെയൊക്കെ തട്ടിക്കൂട്ടി ഒക്കെ വൃത്തിയാക്കണം. പടച്ചൻ്റെ സഹായം കൊണ്ടിപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് മാറി. ഏറ്റവും വലിയൊരു വിഷമമായിരുന്നു സ്വന്തമായിട്ടുള്ളൊരു വീട്. ഒരുപാട് കുത്തുവാക്കും ഒക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ എവിടെയെല്ലാം ഞാൻ പോയിട്ടുണ്ട്. 2-3 ദിവസമൊക്കെ നിൽക്കാതൊക്കെ ചെല്ലുമ്പോൾ തന്നെ വെറുതെ മാറ്റമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഞാൻ സഹിച്ചു. ഇന്നലെ നാളെ ഞങ്ങൾക്കൊരു സുഖവും സന്തോഷവും റബ്ബ് തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അന്ന് ഞങ്ങളെയൊക്കെ പുച്ഛിച്ച ആൾക്കാരൊക്കെ ഇന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി, പണമുണ്ടെങ്കിലേ മനുഷ്യന്മാർക്കൊരു വിലയുള്ളെന്ന്. പണമില്ലെങ്കിലേ ഒരു വിലയുമില്ല മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നടന്നടി. ഇപ്പം എൻ്റെ മക്കളും ഞാനും ഒക്കെ ഭയങ്കര സന്തോഷത്തില്ല. കാരണം ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചതല്ല. ഒരു ഷെഡടിച്ച് കിടക്കാൻ പറഞ്ഞവരുണ്ട് ഞങ്ങളുടെ അടുത്തെ. ഇപ്പോൾ അതിലും ഇത് ഞങ്ങളുടെ ഒരു കൊട്ടാരം തന്നെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾക്ക് സന്തോഷമാടി. ഇനിയിപ്പോൾ ആറ് മുന്നിലും കൈ നീട്ടാൻ ഇടയാക്കല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും ഊണെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി നീ. ഞാൻ പോയി ഊണിനുള്ളതിൽ തയ്യാറാക്കട്ടെ. ഇപ്പം എനിക്ക് സമാധാനമായല്ലോ അല്ലേ? എനിക്ക് ഏറ്റവും വലിയ സംശയമായിരുന്നല്ലോ, അവർക്ക് എങ്ങനെ പണം കിട്ടി, അവർക്ക് എങ്ങനെയാണ് പൈസ കിട്ടിയത്, എങ്ങനെയാണ് എത്ര പെട്ടെന്നാണ് വീട് അവർ പെട്ടെന്ന് പൂർത്തീകരിച്ചത്. എടീ, നല്ലത് ചിന്തിച്ച നല്ലത് നടക്കും. അവർ രണ്ടുപേരുടെ മനസ്സിനകത്തെ കുശുമ്പോ കുഞ്ഞായ്മോ ഒന്നും അവർക്കില്ല. നീ കാണിച്ച ദ്രോഹത്തിനൊന്നും അവർ മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നുമില്ല. അന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മുന്നിൽ വന്ന് കൈ നീട്ടി. നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല പൊന്നുമോളെ. അന്ന് അവൾ കരഞ്ഞുകൊണ്ടാണ് നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം തന്നെ പടത്തിനവർക്ക് നല്ല വഴി കാണിച്ചു കൊടുത്തു. 1 രൂപയുടെ കടം പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്കില്ല, അറിയാവോ? എല്ലാം കൊണ്ട് സന്തോഷമാണ് അവർക്കിവിടെ. ഇപ്പതാ അവൻ്റെ ജീവിതമാർഗത്തിന് അവൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ അവനിക്ക് സന്തോഷമാണ്. ആ കിട്ടാതിരുന്ന ആ റോഡ് ചടിയിലെ കട പേര് അവനിക്ക് കിട്ടി. ഇന്ന് എൻ്റെ പൊന്നുമക്കൾക്ക് വെച്ചടി കയറ്റമായിരിക്കും. നീയും എൻ്റെ വയറ്റിപ്പറഞ്ഞല്ലേ. ഒരു കൊമ്പത്തെ ബന്ധം വന്നെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങ് ചവിട്ടി നീക്കരുത് നീ. ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. നിൻ്റെ മനസ്സ് നേരെ അയക്കാൻ എനിക്കും നല്ലതേ റബ്ബ് തരൂ. ദുഷ്ട മനസ്സുമൊക്കെ ഒന്ന് മാറ്റിയാൽ നല്ലത്. എന്തായാലും ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. അതിനകത്തൊന്നും എനിക്ക് അഭിമാനക്കുറവൊന്നും ഇല്ലല്ലോ. നിൻ്റെ കൂടപ്പുറപ്പിൻ്റെ അടുത്ത് വെച്ച് ചോറ് മേടിച്ച് കഴിച്ചുകൊണ്ട് പോകുന്നത്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. എൻ്റെ കുഞ്ഞൊറ്റയ്ക്ക് ഇരുന്ന് കഷ്ടപ്പെടുക. നീ കൊച്ചമ്മ ചമഞ്ഞ് ഇവിടെ തന്നെ അങ്ങ് ഇരുന്നു.